ഹായ്, ഇന്നൊരു വോൾ ഹാങ്ങിങ് ഡെക്കോർ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഹാങ് ചെയ്യാനായിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു മരത്തിൻ്റെ പീസാണ് വേണ്ടത്. ഇതിപ്പോൾ തീ കത്തിക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു വിറകിൻ്റെ കുട്ടത്തിൽ കിടന്ന ഒരു കഷ്ണമായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് കട്ട് ചെയ്ത് ഇതുണ്ടോ, ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ആ ഒരു പൊരുപ്പിലും അതെല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് സ്റ്റാൻഡ് പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് മിൻസാക്കി എടുത്ത ഒരു പീസാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരെണ്ണം നമ്മുടെ വീട്ടിലെ പറമ്പിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പീസ് വേണം, നമുക്ക് ഒരു മരത്തിൻ്റെ പീസ് വേണം. പിന്നെ ഇതേപോലത്തെ 3 ഗ്ലാസ് ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് 29 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഇതേപോലത്തെ അടപ്പൊക്കെ ഉള്ള നമുക്ക് വെള്ളമൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ പാകത്തിനുള്ളൊരു ബോട്ടിലായത്. അപ്പോൾ ഇതേപോലത്തെ ബോട്ടിൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഡ്രിങ്ക്സിൻ്റെ ബോട്ടിലൊക്കെ എടുത്താലും മതി. അപ്പോൾ 3 ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പ്ലാന്റ്സ് ആണ്. നമുക്ക് വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന ഏത് പ്ലാന്റ് വേണേലും എടുക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്നത് മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റ് വെള്ളത്തിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ മണി പ്ലാന്റ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു വാണ്ടറിങ് ജൂ പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റ് ഇത് വെള്ളത്തിൽ വളർത്താട്ടോ. ഞാൻ ഇവിടെ വീട്ടിൽ വെള്ളത്തിൽ വളർത്തിയിട്ടുണ്ട്, നന്നായിട്ട് അത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇതൊരു റിയോ പ്ലാന്റ് ആണ്. ഇതും വെള്ളത്തിൽ വളർത്താം. ഞാൻ ഇതെല്ലാം വീട്ടിൽ വെള്ളത്തിൽ വളർത്തുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വളരുന്നുണ്ട്, നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാന്റ്സ് തന്നെ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് എടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ജൂട്ടിൻ്റെ റോപ്പാണ് ഞാൻ എടുത്തേക്കണേ. ഇത് കുറച്ച് കട്ടിയുള്ള നല്ല ബലമുള്ള ജൂട്ടിൻ്റെ റോപ്പാണ് ഞാൻ എടുത്തേക്കണേ. നിങ്ങളുടെ കയ്യിൽ ഈ റോപ്പ് ഉണ്ടെങ്കിൽ എടുക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോപ്പ് എടുക്കുക, ഏതെങ്കിലും ഒരു കയറിൻ്റെ എടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു നൂല് ഈ തടിയിലൊന്ന് നമുക്ക് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വശം ഇങ്ങനെ ഒന്ന് മടക്കി പിടിച്ചിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഈ നൂലിൻ്റെ വശം ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് അവിടെ ഒന്ന് ചുറ്റി നന്നായിട്ട് എടുക്കുക. ഇനി നോക്കുന്നു, ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കാം. ഇത് ഏതെങ്കിലും ഒരു രീതിയിൽ കെട്ടുക. ഞാനിപ്പോൾ ഇങ്ങനെ കെട്ടുന്നത്. ഇങ്ങനെ ഒന്ന് നന്നായിട്ട് കുറച്ചൊരു 3-4 ചുറ്റിട്ടെടുക്കുക. ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ ഒന്ന് വലിച്ചെടുക്കുക. എന്നിട്ട് ഇത് തമ്മിൽ അങ്ങ് കൂട്ടിക്കിട്ടേക്കുക. അപ്പോൾ അത് നന്നായിട്ട് സെക്യൂർഡായിട്ട് ഇരുന്നോളും, അഴിഞ്ഞു പോവില്ല. എന്നിട്ട് അതിൻ്റെ മറ്റേ വശം കൊണ്ടുവന്ന് ഇപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് അതേപോലെ തന്നെ നമ്മൾ അപ്പുറത്ത് കിട്ടിയതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് നന്നായിട്ട് കിട്ടിയെടുക്കാം. അപ്പം ഞാനത് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്ത് നിർത്താൻ പാത്രം നമ്മുടെ ആ ഒരു മരത്തിൻ്റെ പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ബോട്ടിലേക്ക് ഈ ജൂട്ടിൻ്റെ ടോയിനൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഞാൻ കുറച്ച് ഗ്ലൂഗൺ വെച്ച് കുറച്ച് ഗമ്മാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗമ്മിൽ ആ ബോട്ടിൽ നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ അത് നന്നായിട്ട് സെക്യൂർഡായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ആ ബോട്ടിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അവിടെ ഒട്ടിയിരുന്നോളും. എന്നിട്ട് ആ 2 പോർഷനും മുകളിലേക്ക് വലിച്ചിങ്ങനെ എടുക്കുക, മുകളിലേക്ക് ആക്കിയെടുക്കുക. എന്നിട്ട് ആ നൂലവിടെ ഉറപ്പിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലും ഞാൻ ഗ്ലൂ ഗൺ കൊണ്ട് ഗമ്മാക്കി കൊടുത്തിട്ട് അവിടെ ഒട്ടിച്ചിട്ടാണ് മുകളിലേക്ക് ഞാൻ നിർത്തുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ ബോട്ടിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പാകത്തിന് വേറെ എന്തെങ്കിലും രീതിയിൽ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഞാൻ 2 സൈഡിലും ഗമ്മാക്കി കൊടുത്തിട്ട് ആ നൂല് അവിടെ ഒന്ന് സ്റ്റിക്കാക്കി വെക്കുകയാണ്. അതിന് ശേഷമാണ് ഞാൻ മുകളിലേക്ക് കെട്ടുന്നത്. അപ്പോൾ അതവിടെ ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ നമ്മൾ സാധാരണ കെട്ടിടും പോലെ ഒരു കെട്ടിട്ട് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ നടുക്ക് ഒരു നോട്ട് വരും, ഒരു കെട്ട് വരുമല്ലോ, അതിങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുത്തിട്ട് ആ ബോട്ടിലിൻ്റെ ആ ഒരു നെക്കിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഇറക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതവിടെ നന്നായിട്ട് നിന്നോളും. കണ്ടോ, ഇങ്ങനെ.
അപ്പോൾ റെഡിയായി. ഇനി ഞാൻ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് അവിടെയും കൂടി ഞാൻ കുറച്ച് ഗമ്മാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് കുപ്പി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പാത്രം നമുക്ക് നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ബാക്കി 2 കുപ്പികളും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് ബോട്ടിൽ കെട്ടിയെടുത്തതെന്ന്. അപ്പം നമ്മുടെ 3 ബോട്ടിലും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ നമുക്ക് ഹാങ് ചെയ്തിടാൻ പാകത്തിന്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ മരത്തിൻ്റെ തടി എടുത്തിട്ട് ഈ ബോട്ടിൽസ് എല്ലാം ഇതിനകത്ത് നമുക്ക് കെട്ടിയെടുക്കണം. ഹാങ് ചെയ്തിടാൻ പാകത്തിന് നമുക്ക് ഇതിനകത്തേക്ക് ആ ബോട്ടിൽസ് എല്ലാം കെട്ടിയെടുക്കാം. അപ്പോൾ കെട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരേ ലെവലിലും ഒരേ ലെങ്ത്തിലും വരാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ ആ തടി വയ്ക്കുന്ന പൊസിഷൻ നോക്കിയിട്ട് അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മളിത് കെട്ടാനായിട്ട്. ഓരോ തവണ കെട്ടുമ്പോഴത് നോക്കിയിട്ട് വേണം കെട്ടാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ എല്ലാം കെട്ടിക്കഴിയുമ്പോൾ അത് അഴിച്ചു മാറ്റിയൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അതെല്ലാം ശ്രദ്ധിച്ച് ഈ ബോട്ടിലെല്ലാം ഈ തടിയിലൊന്ന് കെട്ടിയെടുക്കാം. അപ്പം ഞാൻ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബോട്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പ്ലാന്റ്സ് ഇതിനകത്ത് നടാനുള്ളതാണല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ പ്ലാന്റ്സ് എല്ലാം ഇതിനകത്തൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പ്ലാന്റ്സും കൂടി ഇതിനകത്ത് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വോൾ ഹാങ്ങിങ് ഡെക്കോർ റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ക്രാഫ്റ്റ് റൂമിൽ തന്നെയാണ് ഇത് ഹാങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.